കുന്നപ്പൂവേ കുങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്ത് തോന്നും. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി. നമസ്കാരം പ്രിയപ്പെട്ടവരെ, കായൽ ക്രിയേഷൻ്റെ മറ്റൊരു ഓണ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ രണ്ട് സുന്ദരി കുട്ടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാം, എന്നിരുന്നാൽ തന്നെ നമുക്ക് പോവാം. പ്രസിദ്ധ സംഗീത സംവിധായകനായ അനിൽ ബാലകൃഷ്ണൻ്റെയും സ്കൂൾ ടീച്ചറും ഡാൻസറും ഒക്കെ ആയ ശാലിനി മേഡത്തിൻ്റെയും മകളായ ധനശ്രീ ഇവിടെ ഉണ്ട്. നമുക്ക് പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 പാടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്? ഡാൻസ് കളിക്കും അല്ലേ? അമ്മ ഡാൻസ് ടീച്ചറാണ്, അച്ഛൻ സംഗീത സംവിധായകനാണ് അല്ലേ? പുലിക്കുട്ടിയാണ്. അപ്പൊ ഓണത്തെ കുറിച്ച് ഒരു രണ്ടുപേരി പാട്ട് പാടാം. ഒന്ന് പാടിക്കും. പൂവിളി പൂവിളി പൊന്നോണമായി, പൂവിളി പൂവിളി പൊന്നോണമായി. ഗുഡ്. നമുക്ക് അതേപോലെ തന്നെ ഒരു പുലിക്കുട്ടി തൊട്ട് അടുത്തിരിപ്പുണ്ട് അല്ലേ? നമുക്ക് പരിചയപ്പെടാം. ഹായ്, എന്താണ് പേര്? ദേവന. ഒരു അല്ലാതൊരു ചില പേരുണ്ടല്ലോ, പൂമ്പാറ്റ അല്ലേ? നമ്മുടെ പന്തളം ബാലൻ സാർ ഇട്ട പേര് അല്ലേ? വിളിക്കുന്ന പേര്, സ്നേഹം കൊണ്ട് വിളിക്കുന്ന പേരാണ് അല്ലേ? ഞാൻ 3 വയസ്സ് തൊട്ടേ സംഗീതം പഠിച്ച് പോവാറുണ്ട്. സാറിന്റെ അടുത്ത് നിന്നാണോ സംഗീതം പഠിച്ചത്? അച്ഛനമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അമ്മയുടെ പേര്? രാഗി. അച്ഛന്റെ പേര് ബിനു SS. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഗൾഫിലാണ്, പ്രവാസിയാണ് അല്ലേ? ഓണത്തെ കുറിച്ച് രണ്ടുപേര് പാട്ട് പാടിക്കും. വന്നല്ലോ പൊന്നോണം പൊന്തല നാട്ടിൻ പൂക്കാലം, പൊട്ടും തൊട്ടേ തുമ്പി നീവായോ. ഇപ്പൊ വേറെ എന്ത് ചെയ്യുന്നു പൂമ്പാറ്റ? ഇപ്പം വേദികളിലൊക്കെ പാടാൻ പോകുന്നുണ്ട്. ഒരുപാട് വേദികളിലൊക്കെ പോകുന്നുണ്ട്. ഇഷ്ടം പോലെ ട്രോഫികളും കിട്ടിയിട്ടുണ്ട്. പിടിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പഠിത്തത്തോടൊപ്പം ഈ സംഗീതമെന്ന മാസ്മാരിക ലോകത്തേക്ക് പോകണം എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് പിന്നെ എന്താണ് പിന്നെ ഈ കലാകാരികൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നല്ല രസമാണ് അല്ലേ? അപ്പൊ അടുത്ത ധനശ്രീ ഒരു പാട്ടോട് പാടും അല്ലേ? ഒരു പാട്ടോട് പാടും. കുന്നപ്പൂവേ കുങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്ത് തോന്നും. കിങ്ങിണിപ്പൂവേ കൊന്നപ്പൂവേ കുങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്ത് തോന്നൊരു കിങ്ങിണിപ്പൂവേ. ഗുഡ്. എന്താണ് ഓണത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ഓർമ്മ ഉണ്ടോ? പറഞ്ഞു. മാളികപ്പുറം. അപ്പം ശ്രീ മണികണ്ഠൻ അജിത്ത് പൂജപ്പുര സാറ് സംവിധാനം ചെയ്ത അല്ലേ? അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 4 വരി പാട്ട് പാടും. ഓക്കെ, കച്ചി. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി, കാണുവാൻ കണിയുണരാനിതു വഴിവാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി, കാണുവാൻ കണിയുണരാനിതു വഴിവാ. കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി. എന്തോ മോളുടെ ഗുരു ആരാണ് സംഗീതത്തില്? അച്ഛൻ.
ഡാൻസിലാ? അമ്മ. അമ്മ. വെരി ഗുഡ്. അത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും അല്ലേ? അച്ഛനും അമ്മയും ഗുരുനാഥന്മാരായി കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. വേറെ മോള് എന്ത് ചെയ്യും? വേറെ ഞാൻ കുറെ രാഗങ്ങള് പാടും. ഞാൻ കുറച്ചൊന്ന് കാണിക്കൂ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. കനകാംഗി രത്നാംഗി ഗാനമൂർത്തി വനസ്പതി മാനവതി താനരൂപി സേനാപതി ഹനുമത്തോടി ധേനുകാ നാടകപ്രിയ കോകിലപ്രിയ രൂപവതി ഗായകപ്രിയ വഹുളാഭരണം മായാമാളവ ഗൗള ചക്രവാകം. ഗുഡ്. മുദ്രകളൊക്കെ കാണിക്കൂലേ? കുറച്ച് കാണിക്കൂ. പതാക, ത്രിപതാക, അർത്ഥപതാക, കർത്തരിമുഖം, മയൂരം, അർത്ഥചന്ദ്ര, അരാള, ശുഖതുഷ്ട, മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം, മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം, മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം, സൂചി, ചന്ദ്രക്കല, പത്മകോശം, സർപ്പശിരസ്, മൃഗശീർഷം, സിംഹമുഖം, താമ്രചൂട. വെരി ഗുഡ്, വെരി ഗുഡ്. ടോപ്പ് സിംഗറിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പരിചയം കാണുമല്ലോ അല്ലേ? ആരൊക്കെയാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്? അങ്കിൾ, ആര്യ ചേച്ചി, മധു അങ്കിൾ, ഉണ്ണി അങ്കിൾ. അവരൊക്കെ ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ഇനി ഒരുപാട് ഒരുപാട് വേദികളിൽ പാടാൻ മോൾക്ക് കഴിയട്ടെ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ശ്രമിക്കണം കേട്ടോ. രണ്ട് പിന്നെ സിംഹ കുട്ടികളാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ധനശ്രീ മോളെ, പൂമ്പാറ്റ അല്ലെങ്കിൽ കുഞ്ഞാറ്റ, ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ കേട്ടോ. നിങ്ങൾ ഈ പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത മലയാള സിനിമയിലെ ഒപ്പം സിനിമയില്ലേ, അതിന്റെ ഹിന്ദി റീമേക്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടിയെന്ന് അറിയാൻ കഴിഞ്ഞു. അത് അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഒരു അല്ലേ? അതുപോലെ ഇനിയും അടിച്ചു പൊളിക്കണം. കുഞ്ഞാറ്റേ സ്കൂളിലാണ് പഠിക്കും. ചിന്മയ വിദ്യാലയ വഴുതക്കാട്. ചിന്മയ വിദ്യാലയ വഴുതക്കാട് എന്റെ അമ്മ ഡാൻസ് ടീച്ചറായിട്ട് അവിടെ തന്നെ ഉണ്ട്. എന്ത് വേണം? വീട്ടില് പൊളിച്ചില്ലേ? വെരി ഗുഡ്. അപ്പൊ ആ സ്കൂളിലുള്ളവരടുത്ത് എന്താണ് കുഞ്ഞാറ്റയ്ക്ക് പറയാനുള്ളത്? എല്ലാ ടീച്ചേഴ്സ്മാരും എന്റെ സ്കൂളിൽ നിന്ന് ഫ്ലവേഴ്സിലോട്ട് വരുമ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് അല്ലേ? പൂമ്പാറ്റ സ്കൂളിലാണ്. ഞാൻ ദർശന ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ദർശന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നെടുമങ്ങാട് അല്ലേ? എന്താണ് സ്കൂളിൽ ഉള്ള ആ ഒരു സന്തോഷം? സ്കൂളിലുള്ള ഒരു നല്ല സപ്പോർട്ടാണോ? ഓക്കെ അല്ലേ? എന്റെ ക്ലാസ് ടീച്ചർ ഷീല ടീച്ചറാണ്. ഗുഡ്. പിന്നെ ഓണത്തെ കുറിച്ച് എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത്? എന്താണ് ഓണം? ഓണം എന്ന് പറയുമ്പം എന്താണ് ആദ്യം ഓടിയെത്തുന്നത്? ആകാശം, ആഘോഷം. എന്താണ് ഓണം എന്ന് പറയുന്നത്? ഊഞ്ഞാല്. വെരി ഗുഡ്. പിന്നെന്തൊക്കെ വരും? സദ്യ. പിന്നെ പായസം. വേറെന്തൊക്കെ വരും? പൂക്കൾ അല്ലേ? പിന്നെന്തൊക്കെ വരും? പറഞ്ഞോ. വിളക്ക്. അതൊരു പ്രത്യേകതയാണ്. വിളക്കൊക്കെ കത്തിച്ച് അല്ലേ? പൂക്കളൊക്കെ ഇട്ട് അത്തപ്പൂക്കളം. വേറെന്തൊക്കെ വരും? ഹാപ്പിയാണല്ലേ ഓണം എന്ന് പറയുമ്പോ അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഭാവിയിലേക്ക് വരുന്ന രണ്ട് മിടുക്കികളായിട്ടുള്ള കലാകാരികളാണ്. ഇവർക്ക് നമ്മൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അവരെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത്. ഇതുപോലെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും സമൂഹത്തിലുണ്ട്. വലിയ പാട്ടുകാരി ആവണമെന്നാണ് ആഗ്രഹം. നോക്കാം, ടീച്ചറാവണമെന്നാണ്. പാട്ട് ടീച്ചർ. അപ്പൊ ഒരുപാട് പേരെ പഠിപ്പിക്കാനും പറ്റൂല്ലോ അല്ലേ? പാട്ടുകാരിയും ഡാൻസുകാരിയും. വെരി ഗുഡ്. അപ്പൊ ഒരുപാട് നമുക്ക് കുറെ ശിഷ്യഗണങ്ങളെയൊക്കെ കിട്ടും അല്ലേ? അതൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷത്തിന് കാരണമായിട്ട് മാറും. കലാകാരന്മാരും കലാകാരികളും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വരദാനം എന്നാണ് ഗുരുനാഥന്മാർ പറയുന്നത്. അപ്പോഴേ ഈ കേരളത്തിന്റെ ഈ കെടുതിയിലും ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ലോക മനുഷ്യർക്ക് ഒരു ഇതും വരാതെ, ഒരാപത്തും വരാതെ എല്ലാ മനുഷ്യരെയും സർവേശ്വരൻ കാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു ഓണാശംസ പറയാം അല്ലേ? എല്ലാവർക്കും നന്മയുടെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഓണാശംസ.